കൊച്ചിലെ മുതൽ ഒരു ക്ലാസ് കൊടുത്ത് വളർത്തിയേരി പഴയ നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. കൂട്ടുകുടുംബത്തിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. എന്നൊക്കെ ഒരു കുടുംബത്തിൽ 10 പേര് 15 പേരൊക്കെ കാണൂലേ. അന്ന് ഈ സ്ത്രീധന മരണോ അല്ലെ ആത്മഹത്യ ഒരു വിഷയമല്ലല്ലോ. കൊടുക്കാൻ ആളുണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഇപ്പോഴും വരുന്നത്. അങ്ങനെ ഒരു സമൂഹം അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇപ്പം ഭൂരിഭാഗവും സ്ത്രീധനം കുറവാണ്, പെൺകുട്ടികൾ കിട്ടാനേ ഇല്ല. ഇപ്പോഴീ ചെറിയ കൊച്ചു ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷം ആർക്കും ക്ഷമിക്കാനും തയ്യാറല്ല, അത് ഉൾക്കൊള്ളാനില്ല, മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനും ആളില്ല. ഇപ്പോഴും സ്ത്രീകൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിനെ ഒരു കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ലോണം സപ്പോർട്ട് ചെയ്ത ഒരു ഭർത്താവ് സപ്പോർട്ട് ചെയ്യാതെ കുറേയൊക്കെ മാറാൻ പറ്റും. ഈ ക്ഷമയില്ലാത്തതാണ് ഈ പ്രശ്നം. ക്ഷമയോട് കാണുക, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വരും. ഇതാർക്കും ഒരാൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് സ്ത്രീ ഉയർച്ചയില്ലായിരിക്കും, അല്ലെങ്കിൽ പുരുഷ ഉയർച്ച. പക്ഷേ അതിനനുസരിച്ച് സ്ത്രീകൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയില്ലായിരിക്കും. അപ്പോൾ ഈ രണ്ടുപേരുടെയും താരതമ്യം വരുമ്പോൾ ഒരുമിച്ച് വരില്ല, അതൊരു പൊരുത്തക്കേടിൽ ഉണ്ടാവും. ഒരാൾ വലിയ ആളായിരിക്കും വിദ്യാഭ്യാസത്തിൽ, അല്ലെങ്കിൽ ഒരാൾ പണത്തിൽ വലിയ ആളായിരിക്കും.